ഹായ് ഓൾ, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻ എന്നുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 minute ടൈം. ഓക്കെ, പ്രോബ്ലം നമ്പർ 1. നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ട്രൂ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫാൾസ്, ഏതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കണ്ടെത്തേണ്ടത്. അതാണ് നമ്മൾ സിമ്പിൾ ആൻഡ് നൊട്ടേഷനിലെ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് M is equal to V, R greater than or equal to S, V less than S, M is greater than A, അതുപോലെ തന്നെ R is less than or equal to U. കൺക്ലൂഷൻസ്, ഫസ്റ്റ് കൺക്ലൂഷൻ നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ U greater than S. അപ്പോൾ ആ ഒരു കാര്യം ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ചെക്ക് ചെയ്യണം. U greater than S. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, യുനെയും അതുപോലെ തന്നെ എസ്സിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇവിടെ നോക്കുക, R greater than or equal to ഇവിടെ നോക്കുക, R less than or equal to U വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആറും എസ്സും വരുന്ന വേറൊരു ഫാക്ടറും ഉണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എസ്സും അതുപോലെ തന്നെ യുവും തമ്മിലുള്ള ആ ഒരു റിലേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. നോക്കാം, ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, അതുപോലെ തന്നെ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി കഴിയും, ആറ് അതുപോലെ തന്നെ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇപ്പോൾ ഒരൊറ്റ ഇനീക്വാളിറ്റി ആയി. അതുപോലെ തന്നെ യുനെയും എസ്സിനെയും നമ്മൾ ഒരൊറ്റ ഇനീക്വാളിറ്റിയിൽ ഒരൊറ്റ റിലേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, എഴുതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് U greater than S എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, U greater than or equal to R greater than or equal to S എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് കേസ് പോസിബിൾ ആണ്. ഒന്നിക്കെ U ആറിനേക്കാളും വലുതാവാം, അതുപോലെ തന്നെ R എസ്സിനേക്കാളും വലുതാവാം. ആ ഒരു കേസ് പോസിബിൾ ആണ്. ഇനി മൂന്നും ഈക്വൽ ആവാനുള്ളൊരു കേസും പോസിബിൾ അല്ലേ, U is equal to R is equal to S എന്നുള്ളൊരു കേസും പോസിബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും U greater than S ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് കഴിയൂല. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കുക, R is equal to S. ഓക്കെ, R is equal to S. ഇവിടെ നോക്കുക, R is greater than or equal to S എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ R is equal to S എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. R is greater than S എന്നുള്ളൊരു പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ഥാനത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കൺക്ലൂഷനിൽ നിന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയൂല. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്, R is greater than S എന്നുള്ളത്. നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ R is equal to S എന്നുള്ളൊരു പോസിബിലിറ്റിയും കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും, രണ്ടാമത്തെ കൺക്ലൂഷനും അതുപോലെ തന്നെ മൂന്നാമത്തെ കൺക്ലൂഷനും ഇതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒന്നിക്ക് R is equal to S എന്നുള്ളത് പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തിരിക്കൂല, R is greater than S എന്നുള്ള കാര്യം പോസിബിൾ ആവില്ല. ഇനി എക്സാമ്പിളായിട്ട് R is greater than S എന്നുള്ള കാര്യം പോസിബിൾ ആണെങ്കിൽ അവിടെ എന്ത് പോസിബിൾ ആവില്ല, R is equal to S എന്നുള്ള കാര്യം പോസിബിൾ ആവില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് എന്താണ് തീർച്ചയായിട്ടും പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഓപ്ഷനിലേക്ക് വരുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്താ പറയുന്നത് നോക്കാം, ഐദർ 2 or 3 ഈസ് ട്രൂ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടി ഒരിക്കലും ട്രൂ ആവാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ 2 ട്രൂ ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ 3യും ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. അത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നമുക്ക് ആകെ പറയാൻ വേണ്ടി കഴിയുന്നത് ഒന്നിരിക്കെ 2 ട്രൂ ആവാം അല്ലെങ്കിൽ 3 ട്രൂ ആവാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, 1 minute ടൈം.
ഓക്കെ, നോക്കുക. പ്രോബ്ലം നമ്പർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. എ ഇസ് ലെസ് ദാൻ പി ഇസ് ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ഡി. ഫസ്റ്റത്തത്. രണ്ടാമത്തെ നോക്കുക, എസ് ഗ്രേറ്റർ ദാൻ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ എ. മൂന്നാമത്തെ നോക്കുക, സി ലെസ് ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. 3 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ ഞാൻ എടുക്കുകയാണ്, യു ഗ്രേറ്റർ ദാൻ വി. അപ്പോൾ യൂനിയും അതുപോലെ തന്നെ വീനിയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇനീക്വാളിറ്റിയിലേക്ക് ഞാൻ എത്തണം. നോക്കുക, ഇവിടെ എസ് ഗ്രേറ്റർ ദാൻ യു എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ഞാൻ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടിലും എസ് ആണ് വലുത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് യു ആണോ വി ആണോ വലുത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ ആണല്ലോ. ചിലപ്പം എക്സാമ്പിളായിട്ട് ജസ്റ്റ് നോക്കാം. ഞാൻ ജസ്റ്റ് എസ്സിനെ 10 എന്ന് എടുക്കുകയാണ്. യു 10ൻ്റെ താഴെയുള്ള ഏതൊരു സംഖ്യ ആവാം. അതായത് 1 മുതൽ ഇനിയിപ്പോൾ 1ന് താഴേക്കും ആവാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ 9 മുതൽ താഴോട്ടേക്ക് ഏത് സംഖ്യയും യുവിൻ്റെ വാല്യൂ ആവാം. അതുപോലെ തന്നെ ഇവിടെ എസ് ഞാൻ ജസ്റ്റ് 10 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു 10 ആവാം. ഓക്കെ, അതുപോലെ തന്നെ 10ൻ്റെ താഴേക്കുള്ള ഏതൊരു നമ്പറും അവിടെയും പോസിബിൾ ആണ്. പക്ഷേ യു ആണോ വി ആണോ വലുത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. അത് പോസിബിൾ അല്ല ഈ ഒരു കൺക്ലൂഷനിൽ മാത്രം. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്തല്ല, ട്രൂ അല്ല, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കൺക്ലൂഷനിലേക്ക് അവരാണ് ബി ലെസ് ദാൻ സി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബീനെയും അതുപോലെ തന്നെ സീനെയും എനിക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിലേഷനിലേക്ക് ഞാൻ എത്തണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും, എ ലെസ് ദാൻ പി ഈസ് ഈക്വൽ ടു സി എന്നാണ്. അപ്പോൾ ഞാൻ പീനെ അവിടെ എടുക്കുന്നില്ല. എ ലെസ് ദാൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് ബീനെയും അതുപോലെ തന്നെ സീനെയുമാണ്. അപ്പോൾ ഇവിടെ എയും ബിയും വരുന്ന ഒരു റിലേഷൻ ഉണ്ട്. അവിടെ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ബി ലെസ് ദാൻ എ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടും കൂടി ഞാൻ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ എഴുതാം, ബി ലെസ് ദാൻ എ ലെസ് ദാൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നുള്ള സാധനം നമുക്ക് അവിടെ വേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഡീൻ്റെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല. നമുക്ക് ബിയും അതുപോലെ തന്നെ സീൻ്റെ ആവശ്യമുള്ളൂ. നോക്കുക, ഇവിടെ സീൻ്റെ ചെറുതല്ലേ ബി. ഓക്കെ, അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നില്ലേ? നമുക്ക് എങ്ങനെ എഴുതാം, ബി ലെസ് ദാൻ സി എന്ന് നമുക്കിവിടെ പറഞ്ഞൂടെ? ഓക്കെ, വളരെ ഈസി ആയിട്ട് ആ ഒരു റിലേഷനിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു കൺക്ലൂഷൻ ഞാൻ എടുക്കുകയാണ്. നോക്കുക, ക്യൂ ഗ്രേറ്റർ ദാൻ ഡി. ഓക്കെ, അപ്പോൾ എനിക്ക് ക്യൂനെയും അതുപോലെ തന്നെ ഡീനെയും ലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ കിട്ടണം. ഇവിടെ നോക്കുക, സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നുള്ളൊരു കാര്യം എനിക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ആ ഒരു റിലേഷനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, സി ലെസ് ദാൻ ക്യൂ എന്നുള്ളൊരു സാധനവും കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, റിലേഷനിലേക്ക് എത്താണ്, സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ഗ്രേറ്റർ ദാൻ ക്യൂ. ഓക്കെ, ഈ ഒരു റിലേഷനിലേക്ക് ഞാൻ എത്തി. അപ്പോൾ നോക്കുക, ഇവിടെ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നിരിക്കെ ക്യൂ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി വരാം, ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി ക്യൂ ഗ്രേറ്റർ ദാൻ സി ഈക്വൽ ടു ഡി. ഓക്കെ, 2 പോസിബിലിറ്റി വന്നാലും എന്താണ്, ഡീനേക്കാളും വലുതാണ് ക്യൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ എന്തായാലും ആണ്, കാരണം ഗ്രേറ്റർ ദാൻ ഡീനേക്കാളും ഗ്രേറ്റർ ദാൻ ക്യൂ ആണെന്ന് നമുക്ക് ഉറപ്പാണ്. ഇവിടെ നോക്കുക, ഇവിടെ 2 ഈക്വൽ ആണെങ്കിൽ പോലും ഡീനേക്കാളും വലുതായിട്ട് ക്യൂ വരുന്നുണ്ട്. ആ ഒരു ഇനീക്വാളിറ്റിയിൽ നിന്ന്, ആ ഒരു റിലേഷനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും എന്താണ്, അല്ലെങ്കിൽ കൺക്ലൂഷൻ 3യും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്താൽ നോക്കുക, ഓൺലി 1 ഈസ് ട്രൂ അല്ല, ഓൺലി 2 ഈസ് ട്രൂ അല്ല, ഓൺലി 1 and 3 ഈസ് ട്രൂ അതുമല്ല, ഓൺലി 2 and 3 ഈസ് ട്രൂ. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉം ആണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിലേഷൻ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ട്രൂ ആയിട്ട് വരുന്നത് 2ഉം അതുപോലെ തന്നെ 3ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1 മിനിറ്റ്.
ഓക്കെ നോക്കുക, ഇഫ് എ സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, ബി സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, സി സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റു, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10C4 എ 4C4 B6. അപ്പോൾ നോക്കുക 10C എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, 4 എ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക, എ സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് ആണ്. അതുപോലെ തന്നെ 4C എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സി റെപ്രസെൻറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ B6 ബി എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൈനസ് ആണ്, -6. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്താണ്. ഫസ്റ്റത്തെ ബ്രാക്കറ്റിലും എന്താ നോക്കുക, 4 × 10 40 ആണ്, പ്ലസ് 4 × 4 16 ആണ്, -6. അപ്പോൾ 40 + 16 എന്ന് പറയുമ്പോൾ 56 ആണ്, 56 - 6 എന്ന് പറയുമ്പോൾ ഏകദേശം 50 ആൻസർ. ഓപ്ഷൻ ബി 50 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, 1 മിനിറ്റ് ടൈം. Okay, problem number 4. If plus means division, minus means multiplication, division means plus and into means minus, then 36 into 12 plus 4 division 4 divided by 6 plus 2 minus 3 is equal to. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കാം. 36 12 4 6 2 3. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് നോക്കാം അപ്പോൾ ആദ്യം വരുന്നത് ഇൻറ്റു ആണ്. ഇൻറ്റു മീൻസ് എന്താണെന്നുള്ളത് നോക്കുക. ആൻഡ് ഇൻറ്റു മീൻസ് മൈനസ് ആണ്, മൈനസ് ഇട്ട് കൊടുത്തു. പ്ലസ് മീൻസ് ഡിവിഷൻ ആണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഓക്കെ, അടുത്തത് ഡിവിഷൻ മീൻസ് പ്ലസ് ആണ്, അപ്പോൾ അതും കൊടുത്തു. അടുത്തത് നോക്കുക, പ്ലസ് മീൻസ് ഡിവിഷൻ ആണ്. അടുത്തത് ലാസ്റ്റ് വരുന്നത് മൈനസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ ആണല്ലോ. ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യാൻ, ബ്രാക്കറ്റ് ഇല്ല. അടുത്തത് ഓർഡർ ഓഫ് ഡിവിഷൻ നോക്കുക. ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ 36 മൈനസ് 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 3 ആണ്, പ്ലസ് 6 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 2 3 ആണ്, ഇൻറ്റു 3. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 36 മൈനസ് 3 പ്ലസ് 9 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് അഡീഷൻ ആണ്. 36 + 9 എന്ന് പറയുമ്പോൾ 45 ആണ്. 45 - 3 = 42. ഓപ്ഷൻ ഡി 42 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. ഓക്കെ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. H ഗ്രേറ്റർ ദാൻ P ലെസ് ദാൻ ഓർ ഈക്വൽ ടു E ലെസ് ദാൻ L ഇസ് ഈക്വൽ ടു R ലെസ് ദാൻ V. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കുക, F ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V. കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ F ഗ്രേറ്റർ ദാൻ E. ഫസ്റ്റ് കൺക്ലൂഷൻ ഞാൻ എടുക്കുകയാണ്, F ഗ്രേറ്റർ ദാൻ E. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എഫിനെയും അതുപോലെ തന്നെ ഇനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിലേക്ക് ഞാൻ എത്തണം.
ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു കൺക്ലൂഷൻ ഉണ്ട്, എന്താണ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. അങ്ങനെയാണെങ്കിൽ വിയും അതുപോലെ തന്നെ ഇയും തമ്മിൽ റിലേഷൻ ഇവിടെ നോക്കുക. ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് ഇയും അതുപോലെ തന്നെ വിയും തമ്മിലുള്ള റിലേഷൻ കിട്ടൂലേ. നോക്കുക, ഇ ലെസ് ദാൻ എൽ, എൽ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ലെസ് ദാൻ വി, ഇത് നമുക്ക് എങ്ങനെ പറയാം, എല്ലിനെ നമുക്ക് വീണ്ടും ഒഴിവാക്കാം, ഇ ലെസ് ദാൻ വി എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ രണ്ട് റിലേഷൻ ഒന്ന് ഇതും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ ഒറ്റ റിലേഷനിലേക്ക് എത്താണ്. എങ്ങനെ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി, അതുപോലെ തന്നെ വി ഗ്രേറ്റർ ദാൻ ഇ. ഓക്കെ ആണല്ലോ. അപ്പോൾ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ള റിലേഷനിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്നിക്ക് എഫ് ഗ്രേറ്റർ ദാൻ വി ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു വി ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ള രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി. രണ്ട് പോസിബിലിറ്റി വന്നാലും ഇവിടെ എന്താണ്, എഫ് ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ളത് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഒരു കൺക്ലൂഷൻ കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഒരു കൺക്ലൂഷനിലേക്ക് വരാണ്. നോക്കുക, എച്ച് ഗ്രേറ്റർ ദാൻ ആർ, എച്ച് ഗ്രേറ്റർ ദാൻ ആർ. നോക്കുക, എച്ച് ഗ്രേറ്റർ ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ എൽ ഈക്വൽ ടു ആർ. ആർ വരെ മതി, ബാക്കി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എച്ച് ഗ്രേറ്റർ ദാൻ പി ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ എൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എല്ലിന് ജസ്റ്റ് കട്ട് ചെയ്യാണ്. നോക്കുക, എച്ച് ഗ്രേറ്റർ ദാൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ ഇ ലെസ് ദാൻ ആർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒന്നിക്ക് എച്ചിൻ്റെ വാല്യൂ ഭയങ്കര ഒരു ഹയർ വാല്യൂ ആവാം, അതുപോലെ തന്നെ ആറിൻ്റെ വാല്യൂ ഭയങ്കര ഹയർ വാല്യൂ ആവാം, ഭയങ്കര ലോവർ വാല്യൂ ആവാം. എന്തായാലും ആറ് ഈനേക്കാളും വലുതാണെന്ന് നമുക്കറിയാം, അതുപോലെ തന്നെ എച്ച് പിന്നേക്കാളും വലുതാണെന്നറിയാം. പക്ഷേ എച്ചിനെയും ആറിനെയും വേറെ വേറെ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് അവിടെ തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ, അവിടെ എച്ച് ഒന്നിക്ക് ഭയങ്കര ഹയർ വാല്യൂ ആയിരിക്കാം, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തീർച്ചയായിട്ടും അവിടെ ഇല്ല. ആറിൻ്റെ കേസിലും അതുപോലെ തന്നെ. അപ്പോൾ ആറാണോ എച്ചാണോ വലുത് എന്നുള്ള ആ ഒരു പോയിന്റ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് ആകെ കൺക്ലൂഷൻ ട്രൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കൺക്ലൂഷൻ 1 മാത്രമാണ്. അപ്പോൾ നോക്കുക, ഇഫ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ആർ ട്രൂ, അല്ലല്ലോ, അല്ല. ഇഫ് നൈദർ കൺക്ലൂഷൻ 1 nor കൺക്ലൂഷൻ 2 ഈസ് ട്രൂ, ബട്ട് നമുക്കിവിടെ ഒന്നാമത്തെ കൺക്ലൂഷൻ കറക്റ്റ് ആണ്, അപ്പോൾ ആ ഒരു ഓപ്ഷനും അല്ല. ഇഫ് ഓൺലി കൺക്ലൂഷൻ 1 ഈസ് ട്രൂ, അതല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനീക്വാളിറ്റീസ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സിമ്പിൾ ആൻഡ് നൊട്ടേഷനിൽ നിങ്ങൾക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിലെ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു റിലേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ വരുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷനിലുള്ള ടേംസ്, ഫോർ എക്സാമ്പിൾ ആയിട്ട് എഫും ഇയും തന്നു. അപ്പോൾ ചിലപ്പോൾ എഫും ഇയും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലായിട്ടായിരിക്കും അവരുടെ റിലേഷൻ, പക്ഷേ അവിടെ ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇടൂല. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ കണ്ടെത്തി വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ നിന്ന് വന്നിട്ടുള്ള സിമ്പിൾ ആൻഡ് നൊട്ടേഷനിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.